CPM തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം കോവളം GV രാജ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പതാക ഉയർത്തി. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ആനാവൂർ നാഗപ്പൻ പതാക ഉയർത്തുന്നു. സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി R ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, പറയൂ വിശേഷങ്ങൾ, പാർട്ടി വിശേഷങ്ങൾ, ജില്ലാ സമ്മേളനം. SKN CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനാണ് ഇപ്പോൾ പതാക ഉയർന്നിരിക്കുന്നത്. പ്രതിനിധി സമ്മേളന നഗരിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാവുമായ ആനാവൂർ നാഗപ്പനാണ് പതാക ഉയർത്തിയത്. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ഒരു വലിയ നേതൃനിര ഈ സമ്മേളനത്തിൽ മേൽക്കമ്മിറ്റികളുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. മൊത്തം 19 ഏരിയകളെ പ്രതിനിധീകരിച്ച് 439 പ്രതിനിധികളാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി V ജോയി അവതരിപ്പിക്കാൻ പോകുന്നത്. 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും സമ്മേളനം അവസാനിക്കുക. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി V ജോയി തന്നെ സെക്രട്ടറിയായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് 1.5 വർഷക്കാലം ആയുള്ളൂ. സമ്മേളനം തിരഞ്ഞെടുക്കുന്ന ജില്ലാ സെക്രട്ടറിയായി മാറുന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. എന്തായാലും ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി 4 പേരെ ഉൾപ്പെടുത്താൻ ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി MLA മാരായ G സ്റ്റീഫൻ, ഒപ്പം തന്നെ VK പ്രശാന്ത്, അതോടൊപ്പം തന്നെ പട്ടികജാതി ക്ഷേമ സമിതി പ്രസിഡന്റ് വണ്ടിത്തടം മധു, അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷൻ നേതാവ് ഷീജ എന്നിവരെയാണ് ഉൾപ്പെടുത്താൻ ധാരണയായിരിക്കുന്നത്. മൊത്തം 9 പേർ ഈ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി അടക്കമുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. SKN. താങ്ക് യു. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.